ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചേമ്പ് കറിയാണ്. അപ്പോൾ ചേമ്പ് നന്നായിട്ട് കഴുകി ഒരു കുക്കറിൽ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ പോയി കിട്ടും. ഇനി നമുക്കിത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് മാറ്റി വയ്ക്കാം. തൊലി കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് ഒരു മൺചട്ടി ഗ്യാസ് സ്റ്റൗവിൽ വയ്ക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചേമ്പിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മാത്രം ഉപ്പ്, നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പിട്ടതാണ്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി തിളയ്ക്കും വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിക്ക് ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചേമ്പിൻ്റെ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കട്ടിയാവും. ഇപ്പോൾ ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിയുടെ ഇഷ്ടം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് പുളി കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കണം. ഇത് നന്നായി തിളച്ച് ഇത് കുറുകി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ ചാറിനൊക്കെ നല്ല കട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് താളിച്ചൊഴിക്കാം. അപ്പോൾ നന്നായി കുറുകി നല്ല കട്ടിയായിട്ടുണ്ട് നമ്മുടെ ചേമ്പ് കറി. ഇനി നമുക്കിതൊന്ന് താളിച്ചൊഴിക്കാനായിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. ചീനച്ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയും കൂടി ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് 2 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പ് കറി റെഡി ആയിട്ടുണ്ട്. തേങ്ങ അരയ്ക്കാതെ തന്നെ നല്ല കട്ടിക്കാണ് നമ്മുടെ ചേമ്പ് കറി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പിന്നെന്താ, നിങ്ങൾക്ക് ഈ കറി ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ഓക്കെ, ബൈ, താങ്ക് യു.